കർണാടകയിൽ റാഗിങ്ങിനിരയായ പെൺകുട്ടിയെ മന്ത്രി എ കെ ബാലൻ സന്ദർശിച്ചു. പെൺകുട്ടിയുടെ പഠന ചിലവ് പഠനം ഇവിടെ കേരളത്തിൽ തന്നെ തുടരാനുള്ള സൗകര്യവും ഏർപ്പെടുത്തും. പഠിച്ച ശേഷം പാസ്സായി കഴിഞ്ഞാൽ ജോലിയും നൽകുമെന്നും മന്ത്രി വാഗ്ദാനം നൽകുകയുണ്ടായി. ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ സിജു കണ്ണം ചേരുന്നു. സിജു, എപ്പോഴായിരുന്നു മന്ത്രി സന്ദർശനം നടത്തിയത്? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ആരാഞ്ഞത്? പ്രജീഷ്, അല്പസമയങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഗുൽബർഗ റാഗിംഗ് കേസിലെ ഇര അശ്വതിയെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി എ കെ ബാലൻ സന്ദർശിച്ചത്. റാഗിംഗ് കേസ് വാർത്തയായി പുറത്തു വന്ന ഉടൻ തന്നെ കുട്ടിക്ക് ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. ആ വാഗ്ദാനം പൂർണ്ണമായും നിറവേറ്റുമെന്നാണ് മന്ത്രി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ കുട്ടിയുടെ ചികിത്സാ ധനസഹായമായി 2 ലക്ഷം രൂപ സർക്കാർ കൈമാറിയിട്ടുണ്ട്. ഇത് 1 ലക്ഷം രൂപയുടെ ചെക്കും 1 ലക്ഷം രൂപ ക്യാഷായുമാണ് ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്ന തുടർ ചികിത്സകളെല്ലാം പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്ന് അറിയിച്ചു. കുട്ടിയുടെ പഠനം സംബന്ധിച്ച് നേരത്തെ തന്നെ ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ ഈ പഠനം പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. കേരളത്തിൽ തന്നെ പഠനം തുടരുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ കൈക്കൊള്ളും. അതിനുശേഷം പരീക്ഷ പാസ്സായ ഉടൻ ഗവൺമെന്റ് ജോലി നൽകുമെന്ന ഉറപ്പും മന്ത്രി നൽകിയിട്ടുണ്ട്. നേരത്തെ വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടായിരുന്നു അശ്വതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. ഇപ്പോൾ ഇവിടെയുള്ള ചികിത്സയിൽ ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റമുള്ളതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം നിഷ്പക്ഷമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അന്യ സംസ്ഥാനങ്ങളിൽ പോയി പഠനം നടത്തുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അറിയിച്ചു. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ കർണാടകയിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അന്വേഷണത്തിൽ വീഴ്ച സംഭവിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്നും മന്ത്രി എ കെ ബാലൻ അറിയിച്ചിട്ടുണ്ട്. സിജു ആണ് വിവരങ്ങൾ നൽകിയത്.